ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം 2026 പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് വളപ്പിൽ പച്ചക്കറി വിളവെടുപ്പ് നടന്നു. മന്ത്രി എ.പി. അനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഒരുക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കഴിഞ്ഞ ജൂൺ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് സെക്രട്ടേറിയറ്റ് ഗാർഡനിൽ ജൈവ പച്ചക്കറിയുടെ നടീൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിൽ എല്ലായിടത്തും കൃഷി വ്യാപിപ്പിക്കാനുള്ള സമഗ്ര പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെന്ന് ടി സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള ഒരു കാർഷിക പ്രവർത്തനമാണ് സെക്രട്ടേറിയറ്റ് ഗാർഡനിൽ നടന്നിട്ടുള്ളത്. കേരളത്തിൽ സാർവത്രികമായി എല്ലായിടത്തും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനുള്ള സമഗ്ര പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കതിർ പദ്ധതിയും അതുപോലെ കൃഷി സഖിയും ഒക്കെ ആവിഷ്കരിച്ച് കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഓണമാണ്. ഓണത്തിൻ്റെ വിപണിയിൽ ഇടപെടാൻ 20 കോടി രൂപ നീക്കിവെച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള 2000 മാർക്കറ്റുകൾ കേരളത്തിലുടനീളം ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ാം തീയതി നാളികേര ദിനമാണെന്നും സാധാരണ രീതിയിൽ നാളികേര ദിനം അവഗണിച്ചു പോകുന്ന രീതിയാണെന്നും എന്നാൽ ഈ വർഷം നാളികേര ദിനം വളരെ വിപുലമായി ആഘോഷിക്കുവാൻ വേണ്ടി സംസ്ഥാന കൃഷി വകുപ്പ് തീരുമാനമെടുത്തുവെന്നും അതിന്റെ ഭാഗമായി സംസ്ഥാനതല നാളികേര ദിനം കേരാമ്പത്തം എന്ന പേരിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.